ഹലോ എവ്രി വൺ, ദിസ് ഇസ് അരുൺ ഹിയർ ഫ്രം മില്യൺ ഡോട്ട്സ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഭൂരിപക്ഷം പേരും കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ട്. ട്രേഡിങ്ങിൽ 90% to 95% ആളുകൾക്കും പണം നഷ്ടപ്പെടുകയാണ് എന്നത്. ട്രേഡിംഗ് എന്താണെന്നും ട്രേഡിംഗ് എങ്ങനെ ചെയ്യണമെന്നുള്ള വ്യക്തമായ അറിവില്ലായ്മയാണ് ഈ മാസ് മെജോറിറ്റി ആയിട്ടുള്ള ഇത്രയും ഭൂരിപക്ഷം ആളുകൾക്കും സത്യം പറഞ്ഞാൽ ട്രേഡിങ്ങിൽ പണം നഷ്ടപ്പെടാനുള്ള കാരണം. നമ്മുടെ കേരളത്തിലെ ദ ബെസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് സ്റ്റോക്ക് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മില്യൺ ഡോട്ട്സിലെ മെന്റേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റാണ് ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം നമ്മുടെ മില്യൺ ഡോട്ട്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ മാസം നടന്നതെന്നുള്ളതും നമുക്ക് എല്ലാവരോടും ഒന്ന് ചോദിച്ചറിയാം. ഫോളോ മീ. എക്സ്ക്യൂസ് മീ. ഹായ് എലിസബത്ത്. ഹായ്. ഹൗ ആർ യു? നന്നായി പോകുന്നു. ഓക്കെ. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എലിസബത്തിന്റെ ട്രേഡിംഗ്? കുഴപ്പമില്ല, നല്ല മന്തായിരുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് എൻഡ് ചെയ്യാൻ പറ്റി. ഓക്കെ. ക്യാപിറ്റൽ എത്ര പെർസെന്റേജ് ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? മോർ ദാൻ 2%. ബെൻസൺ ഹായ്. ഹായ് ഹായ്. എന്താ സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തെ ട്രേഡിംഗ്? അടിപൊളിയായിരുന്നു. ഇപ്പോൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റലിൻ്റെ ഒരു 3.4% ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഓവറോൾ മാർക്കറ്റിലെല്ലാം? എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് കഴിഞ്ഞ മാസം ഒരൊറ്റ ലോസ് പോലും വരാത്ത ഒരു മാസമാണ്. റെയർലി സംഭവിക്കാറുള്ളൂ. എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ആ മാസം. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു. ഹായ് അഖിൽ. എക്സ്ക്യൂസ് മീ. ഹായ്. ഹൗ ആർ യു ഡൂയിങ്? നന്നായിട്ട് പോകുന്നു. ഈ കഴിഞ്ഞ മാസം എങ്ങനെ ഉണ്ടായിരുന്നു അഖിലിന്റെ ട്രേഡിംഗ് പെർഫോമൻസ്? എൻ്റെ ട്രേഡിംഗ് പെർഫോമൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഫോറക്സ് മാർക്കറ്റാണ്. അപ്പം ഓഗസ്റ്റ് മന്ത് എന്ന് പറയുന്നത് അത്രയും വലിയൊരു മന്താണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു മന്തും കൂടെ ആയിരുന്നു. അപ്പം ഇതിൽ എനിക്കൊരു അത് ഫണ്ടഡ് അക്കൗണ്ട് എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെ ഒരു 5% പേ ഔട്ട് എനിക്ക് ഫസ്റ്റ് പേ ഔട്ടായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു മന്തിൽ. അതൊരു വലിയ ന്യൂസ് അല്ലേ? ഒരു ഫണ്ടഡ് അക്കൗണ്ട് ക്രാക്ക് ചെയ്യുകയും ചെയ്തു, പ്ലസ് 5% പേ ഔട്ട് എടുക്കുകയും ചെയ്തു. That's great. Yes. Excuse me, Mohsin. Hi. How are you? Good. Okay. നമുക്ക് കഴിഞ്ഞ മാസത്തെ മോഹസിന്റെ ട്രേഡിംഗ് പെർഫോമൻസിനെ കുറിച്ചൊന്ന് അറിയാനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം? കഴിഞ്ഞ മാസം കുഴപ്പമില്ലാത്തൊരു മന്തായിരുന്നു. ആക്ച്വലി ഞാൻ ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. അപ്പം എൻ്റെ P&L നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2% എടുത്ത് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് മാത്രമാണ്. ഓക്കെ. നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നത്. അതെ, തീർച്ചയായും ചെയ്യാൻ പറ്റുന്നുണ്ട്. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദ ഫ്യൂച്ചർ. അടുത്ത് നമ്മൾ നമ്മുടെ മില്യൺ ഡോട്ട്സിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള മഹേഷ് ചേട്ടനോട് ചോദിക്കാം, നമ്മുടെ മില്യൺ ഡോട്ട്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ മാസം നടന്നിട്ടുള്ളത് എന്നുള്ളത്. മഹേഷ് ചേട്ടൻ സുഖല്ലേ? സുഖം. ഈ കഴിഞ്ഞ മാസം നമ്മുടെ മില്യൺ ഡോട്ട്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നൊന്ന് പറയാമോ? ലാസ്റ്റ് മന്ത് വളരെ നല്ലൊരു മന്തായിരുന്നു. മില്യൺ ഡോട്ട്സിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകൾ ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മന്താണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് 15-ന് നമ്മളിവിടുത്തെ കുറച്ച് ആളുകളെല്ലാം കൂടിയിട്ട് നമ്മുടെ ദേവഗിരി കോളേജായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു 100 വൃക്ഷങ്ങൾ നമുക്ക് നടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉള്ള ഒരു മന്തും കൂടിയാണ് ഈ ഓഗസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിലും ഇപ്പോൾ ഓഫ്ലൈൻ ബാച്ചുകൾ വൈൻഡ് അപ്പ് ചെയ്തു, വളരെ സന്തോഷമായിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പം അടുത്ത നെക്സ്റ്റ് മന്തിൽ ഓണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് മൊത്തം മാർക്കറ്റിങ്ങും എല്ലാ ടീമുകളും. അപ്പോൾ അതിന് വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും. ഓക്കെ. അതുപോലെ തന്നെ ഇനി വരും മാസങ്ങളിലും നമ്മൾ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ എങ്ങനെ നടക്കുന്നത്? വരുന്ന മന്തിൽ നമുക്ക് ഒട്ടനവധി പ്ലാനുകളുണ്ട്. കുറേ പ്ലാനുകൾ ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. എന്തായാലും നല്ല ഒരുപാട് ആക്ടിവിറ്റീസ് ഇനി വരുന്ന മന്തുകളിലായിട്ട് നമുക്ക് മില്യൺ ഡോട്ട്സിലൂടെ കാണാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും. So that's a great news. Let's wait and watch. ശിവചരൺ സാർ, ഹായ്. How are you doing? Fine. ഓക്കെ. നമ്മൾ ഈ കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മാസം ശിവചരൺ സാറിൻ്റെ ട്രേഡിംഗ് റിസൾട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓൾമോസ്റ്റ് എനിക്ക് ഓഗസ്റ്റ് മാസത്തിൽ നല്ലൊരു മാസം തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് 3% എൻ്റെ ക്യാപിറ്റലിൻ്റെ 3%ഓളം ജനറേറ്റ് ചെയ്യാൻ തന്നെ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഓക്കെ. മാസത്തിൽ തുടക്കത്തിൽ കുറച്ച് മാർക്കറ്റിൽ കുറച്ച് നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനൊക്കെ മെൻ്റലി ഡീൽ ചെയ്തത്? ആക്ച്വലി പ്രോപ്പറായ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ. ആദ്യം തുടക്കത്തിൽ ഓൾമോസ്റ്റ് ഒരു 3-4 ട്രേഡ്സ് അടുപ്പിച്ച് ലോസ് വന്നായിരുന്നു. പക്ഷേ അത് കൺസിസ്റ്റൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രോപ്പറായ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അടുത്ത ട്രേഡിലേക്ക് പുഷ് ചെയ്തു. അപ്പം അടുത്ത ട്രേഡ് കണ്ടിന്യൂ ആയി 3-4 ട്രേഡ് പ്രോഫിറ്റ് ആയപ്പോൾ തന്നെ റിസ്ക് റിവാർഡ് മാറി എനിക്ക് 3%ഓളം അച്ചീവ് ചെയ്യാൻ തന്നെ പറ്റി ഈ മാസം.
ഓക്കെ, ദാറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്. അതിനോടൊപ്പം നമ്മുടെ സ്വിംഗ് കമ്മ്യൂണിറ്റി കൂടി ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള പെർഫോമൻസിനെ കുറിച്ച് എന്താ? സ്റ്റുഡൻസ് ആക്ച്വലി നല്ല മാസം തന്നെയായിരുന്നു അവർക്ക്. എന്നെക്കാട്ടിയും നല്ല മാസം ശരിക്കും ഞാൻ സ്റ്റുഡൻസിലൂടെയാണ് ഞാൻ കണ്ടത്. അവരുടെ PNLൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ നോക്കിയപ്പം ഓൾമോസ്റ്റ് അവരൊക്കെ 8%, 9%, 10% ഒക്കെയാണ് ഈ ഒരു മാസം തന്നെ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഐ എം റിയലി ഹാപ്പി ഫോർ ദറ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് ഞാൻ കണ്ടപ്പം ഒരു ചാകര പോലെയാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരാളോ രണ്ടുപേരല്ല, ഒരു 10-20 ആ ഒരു സ്ട്രീക്കിലാണ് ആൾക്കാരുടെ വിന്നിങ് ഇത് കണ്ടത്. ഇന്ന് ഞാൻ അവരുടെ ഒപ്പം ക്ലാസ് കയറിയായിരുന്നു. അപ്പം അവിടെ ഞാൻ അവരോട് ഒരു പോളൊക്കെ ഇടാൻ പറഞ്ഞായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് 80% ആൾക്കാരും പ്രോഫിറ്റബിളാണ്. കമ്മ്യൂണിറ്റിയിലുള്ള 80% ഓഫ് ആൾക്കാരും ആണ് നിൽക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ PNL ഇനിയും വരാനുണ്ട്. വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംസാരിക്കാം. ഓക്കെ, അതൊരു വലിയൊരു കാര്യമാണല്ലേ. 80% ആളുകളാണ് സക്സസ്ഫുൾ ആയിട്ട് എന്തായാലും സ്വിംഗ് ട്രേഡിങ്ങിലൂടെ സ്വിംഗ് ട്രേഡിങ്ങിലൂടെ എന്തായാലും ഈ ഒരു സക്സസ് ജേണി ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമ്മുടെ മില്യൺ ഡോട്ട്സിലെ ഓപ്ഷൻ ബൈയിങ് കമ്മ്യൂണിറ്റി ഹാൻഡിൽ ചെയ്യുന്ന മെൻറ്ററുണ്ട് അമൃത മാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻ ബൈയിങ് കമ്മ്യൂണിറ്റിയുടെ ട്രേഡിംഗ് പെർഫോമൻസ് ലാസ്റ്റ് മന്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം. ലാസ്റ്റ് മന്ത് വെച്ച് കമ്പയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമായിട്ടൊരു മന്ത് ആയിരുന്നു ഓപ്ഷൻ ബൈയെ സംബന്ധിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് അത്യാവശ്യം ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പ്രശ്നമില്ല. സ്റ്റുഡൻസ് ആർ ഓൾ മോട്ടിവേറ്റഡ്. അടുത്ത മന്തിലേക്ക് വേണ്ടിയിട്ട് അവരെപ്പോഴും പ്രിപ്പയർഡ് ആണ്. സോ എപ്പോഴും ട്രേഡിങ്ങിൽ നമുക്ക് രണ്ട് വശമുണ്ട് അല്ലേ, ഒരു നാണയത്തിൻ്റെ രണ്ട് വശം, പ്രോഫിറ്റും ഉണ്ടാവും ലോസ് ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ ബൈയിങ് കമ്മ്യൂണിറ്റി ചെറിയ ലോസ് ഉണ്ടായതാണ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കൂടി വരും മന്തിൽ അതിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും, അത് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, ഹായ്, ഹൗ ആർ യു? ഓൾ ഗുഡ്. ഓക്കെ, നമ്മൾ ഈ കഴിഞ്ഞ മാസത്തെ എല്ലാവരുടെ അടുത്ത് നിന്ന് അവരുടെ ട്രേഡിംഗ് പെർഫോമൻസിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് പറയാമോ, എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തെ ട്രേഡിംഗ് പെർഫോമൻസ് ആൻഡ് റിസൾട്ട്? കഴിഞ്ഞ മാസം എനിക്ക് ഭയങ്കര ഈസിയായ മാർക്കറ്റായിരുന്നു. കഴിഞ്ഞ മാസം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അറൗണ്ട് ഒരു 4% ആണ് ഞാൻ എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൽ 4% ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4%. അതൊരു വലിയ നമ്പർ തന്നെയാണ്. എന്തായാലും ഒരുപാട് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഫോക്കസ് ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ആണ് 4% മന്ത്ലി. എനിവേ, എങ്ങനെയായിരുന്നു തുടക്കത്തിൽ ആദ്യ ആഴ്ചകളിലൊക്കെ എന്തെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ആണല്ലോ ചെയ്യുന്നത്, എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ മാസം കമ്പയറിങ് ടു ലൈക്ക് വേറെ മാസം കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിരുന്നു മാർക്കറ്റ്. എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. വലിയ ലൈക്ക് എന്താ പറയുക, വലിയ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈസി മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലെ ഈ ഒരു സക്സസ് ജേണി ഇനി നിങ്ങളുടെ തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മില്യൺ ഡോട്ട്സിൻ്റെ എല്ലാമായ കെൻ സാറിൻ്റെ കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മന്തിലെ ട്രേഡിംഗ് PNLാണ്. അപ്പോൾ കെൻ സാർ ഇപ്പോൾ ഉള്ളത് ദുബായിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തെ PNL എന്ന്. ഓക്കെ, അപ്പം എന്റെ പേഴ്സണൽ ട്രേഡ്സ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഇത് തന്നെ നോ ഫ്രീ വർക്ക്സ് ആണ്. മില്യൺ ഡോട്ട്സിന്റെ ഇൻ ഹൗസ് സ്ട്രാറ്റജീസ് തന്നെ പുഷ് ഔട്ട് ചെയ്തിട്ടുള്ളത്. കൺസോൾ ലെറ്റ് മീ സി, കുഴപ്പമില്ലാത്ത മന്ത്, വളരെ അടിപൊളി എന്നല്ല, ഒരു കുഴപ്പമില്ലാത്ത മന്ത് ആയിരുന്നു. ഇപ്പം FNO സെഗ്മെന്റ് ആണ് ഞാൻ ആക്റ്റീവ് ട്രേഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാലോ. ഓഗസ്റ്റ് 1 to 31 അത് ഞാനൊരു 4.89 lakhs ആണ് ടോട്ടൽ PNL ഉള്ളത്. അതിൽ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് 4.75 ആണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളത്, വിച്ച് ഇസ് അറൌണ്ട് 5.5% ഓഫ് പിന്നെ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ. ഞാൻ ചെറിയ ക്യാപിറ്റൽ പെർസെന്റേജ് മാത്രമേ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഒരു 4 to 5% ആണ് റേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ട്രെയിനേഴ്സിന്റെ ഒക്കെ PNLകൾ ഓക്കെ ആണല്ലോ അല്ലെ, അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാവരും സെറ്റ് ആണെന്നുള്ളത് കൺഫേം ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. സ്റ്റുഡൻസിൻ്റെതും ഓവറോൾ ടോട്ടൽ കമ്മ്യൂണിറ്റിന്റെ ജനറേറ്റ് ചെയ്ത വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ എത്ര പെർസെന്റേജ് റേസ് ചെയ്തു എന്നുള്ളത് നോക്കിയിട്ട് പ്രീവിയസ് മന്തിനേക്കാൾ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റി എന്നുള്ളത് നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ട്രേഡിങ്ങിൽ ഭൂരിപക്ഷം പേരും പണം നഷ്ടപ്പെടുത്തുകയാണെന്നുള്ളത്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ മാത്രമല്ല. ട്രേഡിംഗ് ഒരു പ്രൊഫഷണൽ രീതിയിൽ ചെയ്ത് കാശ് സമ്പാദിക്കുന്നവരും പണം ഉണ്ടാക്കുന്നവരും ഈ സമൂഹത്തിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഇവിടെയുള്ള മെൻറ്റേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ട്രേഡിംഗ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത്. ട്രേഡിങ്ങിലൂടെ പണം നഷ്ടപ്പെടുത്താൻ വലിയ സ്കില്ലിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏതൊരു ആൾക്കും അത് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ട്രേഡിംഗ് ചെയ്ത് കാശ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു സ്കില്ല് വേണം. അതിന് നിങ്ങൾ ഡെഡിക്കേറ്റഡായി പേഷ്യൻസിനോട് കൂടി ഡിസിപ്ലിനോട് കൂടി വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മേഖല പോലെയും വളർന്നു വരാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ് ട്രേഡിംഗ്. സോ വിത്ത് ദിസ് ലെറ്റ് മീ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.